ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ വെച്ച് ഒരു മന്തിയാണ്. ചെമ്മീൻ വെച്ച് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ മന്തി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. കുറച്ച് വലിയ ചെമ്മീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുപോലെ അതിന്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഈ വാൽ ഭാഗം കളഞ്ഞിട്ടില്ല. പിന്നെ അതിന്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് അതിന്റെ അകത്തുനിന്നുള്ള ആ വെയിനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെമ്മീൻ. അപ്പോൾ ഇനി ഈ ചെമ്മീനിലേക്ക് പുരട്ടാനുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളി മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൽ നിന്ന് വളരെ കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് പുതിനയില എടുത്ത് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ മന്തി മസാലയ്ക്കുള്ള പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പിരിയൻമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ അത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പൊടികളില്ലെങ്കിൽ അതിന് പകരമായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ വേണം, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മന്തി മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വിനീഗർ ഒഴിക്കണം. ഈ ഓയിൽ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ചിക്കൻ ക്യൂബ്സ് ഇടുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. ആ ചിക്കൻ ക്യൂബ്സിന്റെ ഉപ്പ് പാകത്തിന് നമുക്ക് മസാലയ്ക്ക് ഉണ്ടാവും. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് നോക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചെമ്മീനിൽ പരട്ടി വെക്കാനുള്ള മസാല നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീനിൽ പരട്ടാനുള്ള മസാലയിൽ നിന്ന് ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചോറിനുള്ള സവോളയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെമ്മീനിൽ ഇട്ട അരപ്പ് നമുക്ക് ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത് വെക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് ഈ ഒരു ഉപ്പ് കറക്റ്റ് ആയിരുന്നു നമ്മൾ ആ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുത്തപ്പോൾ അതിലുള്ള ഉപ്പ്. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയം നമുക്ക് സവോളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് 3 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 300 ഗ്രാം സവോളയാണ്. പിന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. അപ്പോൾ ഇനി ഇത് ഒരു 3 ഒന്ന് നമുക്ക് അരിഞ്ഞ് വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരി. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്. ഇതുപോലെ ലോങ് ഗ്രീൻ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ നമുക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ നമ്മുടെ ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 മണിക്കൂറായി നമ്മുടെ അരി നമ്മൾ ഇത് വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഓയിലൊക്കെ ചേർത്താണ് നമ്മൾ മസാല തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി വേറെ ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പൊ ഇവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതെന്താ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നത് നമുക്ക് പാകത്തിന് കുക്കാകുന്നുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും നമുക്കൊരു 3 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും. ഇപ്പൊ 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം നമ്മളങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുരട്ടി വെച്ചപ്പോൾ കുറച്ച് അരപ്പ് മിച്ചം ഉണ്ടായിരുന്നു. ആ അരപ്പും കൂടി ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ച അരക്കിന്റെ കൂടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ സവോളയൊക്കെ വഴറ്റുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മന്തി റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഞാൻ ഈ കുക്കർ ഇപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കും. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, അതുപോലെ തന്നെ 4 അതര തക്കോലം, 2 ചെറിയ കഷ്ണം ജാതിപത്രി, കുറച്ച് കറുവ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയിൽ നിന്ന് കുറച്ച് സവോള, ഒരു സവോളയുടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പിന് 5 കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ട ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു അരി നമ്മൾ വേവിച്ചെടുക്കുന്ന ഒരു 75% വേവിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ വെള്ളം വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉണക്ക നാരങ്ങയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്ക നാരങ്ങ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇടാനായിട്ട്. എങ്കിലേ ഉള്ളൂ അതിന്റെ അകത്തു നിന്നുള്ള ആ നാരങ്ങയുടെ നീരൊക്കെ കറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ തിളക്കട്ടെ. ഇപ്പൊ ഇവിടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ നിൽക്കണം. നമുക്ക് ഇപ്പൊ തന്നെയാണ് വെയിറ്റ് ഇട്ട് കൊടുത്തേക്കാം. ഇപ്പൊ ഇവിടെ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ പാൻ നമുക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് കഴിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ ഒരു ചിക്കൻ ക്യൂബ്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളകാണ് ഒന്ന് നടുകെ പൊളന്ന് വെച്ചേക്കുവാണ് എല്ലാം. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ആ മസാലയും ചെമ്മീനും എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചോറൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചോറ് നല്ല പാകത്തിനാണ് ഇപ്പം വെന്തിരിക്കുന്നത്. അതായത് ഒരു 75-80% വേവേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ഇരുന്നാലേ ഉള്ളൂ നമുക്കിതിങ്ങനെ വിട്ട് വിട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ ദമ്മിൽ കിടന്ന് വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടി വേവിക്കേണ്ടതുണ്ട്. കണ്ടോ, ഇതിൽ പാകത്തിന് കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ദമ്മിലിട്ട് വരുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് ദമ്മാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു വാഴയില അടിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറിന്റെ പകുതി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ മസാല നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് വെക്കാം. അത് വളരെ കുറച്ച് മതി. ഇപ്പൊ കൂടുതൽ ഞാൻ ഈ അതുപോലത്തെ ലെയറിൽ തന്നെ ഇട്ടേക്കുവാണ്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പാലിൻ്റെ അത് കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ ഇതിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന അച്ചമീനും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ദമ്മാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു പാത്രത്തിൽ ഒരു കഷ്ണം ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് പുകഞ്ഞു വരും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ദമ്മാക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഒരു ദോശക്കല്ല് ഇപ്പം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് വെച്ചാണ് ദമ്മാക്കി എടുക്കുന്നത്. പിന്നെ എനിക്ക് ഒരു സ്മോക്കി സ്മെൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സ്മോക്കി സ്മെല്ലോട് കൂടിയുള്ള മന്തിയാണ് ഇഷ്ടമുള്ളവർ അതുപോലെ ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ തന്നെയും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മന്തിയേക്കാളും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ചെറിയ ഫ്ലെയിമുള്ള സ്റ്റൗവിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 20-25 മിനിറ്റ് ഈ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചോറെങ്കിലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ദമ്മാക്കാൻ വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 20-25 മിനിറ്റ് ശേഷം മാത്രമേ നമ്മളിത് തുറന്ന് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. ഇവിടെ ഒരു 25 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഇപ്പോഴും നന്നായിട്ട് ആവി അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുവാണ്. ഇതുണ്ടോ, എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ എന്നാൽ നല്ല പോലെ പാകത്തിന് തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒന്ന് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ മന്തി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.